നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഇതേ ചോദ്യം, എന്നോടല്ല. ഞാനല്ല അന്വേഷണത്തിന് ഉത്തരവിട്ട്. കേരളത്തിലെ CPM-ന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് BJP-യുമായി അവിഹിതമായ ബാന്ധവുമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ശരിയായില്ലേ? 2, കേരളത്തിലെ CPM നേതാവിന് BJP-യുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞത്. രണ്ടുപേരും നിഷേധിച്ചില്ലേ? തെളിവ് കൊടുത്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് സമ്മതിച്ചില്ലേ? ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാ ചോദിച്ചത്. അപ്പോൾ ആണല്ലോ, അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ. പ്രകാശ് ജാവദേക്കറിനെ ഈ LDF-ന്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ? LDF-ന്റെ കൺവീനർ പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് വെച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ 5-6 പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ കാര്യം? അത് കേന്ദ്രമന്ത്രിയൊന്നുമല്ല, സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്? ഇലക്ഷൻ്റെ അന്നാ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടിട്ടുണ്ട് 5-6 പ്രാവശ്യം. എന്തിന് എന്താ അവർ തമ്മിൽ ചർച്ച? പറയട്ടെ. അല്ലല്ല, ADGP ഇത് ഇപ്പൊ അല്ലല്ലേ, ഞങ്ങള് കറക്റ്റാണ്. ADGP RSS നേതാക്കന്മാരുമായി കണ്ടത്, സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. BJP 2 വർഷം 2.5 വർഷമായിട്ട് തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ്. അവരവരുടെ വർക്ക് തുടങ്ങിയവിടെ നേരത്തെ. അപ്പോൾ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതൻ വഴി പറഞ്ഞത്. അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല RSS ജനറൽ സെക്രട്ടറി ആയിട്ട് നടന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടു, വാക്കുകൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത്. അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. RSS-ഉമായിട്ട് കേരളത്തിലെ CPM-ന് എന്താ സംഘർഷം? ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ മസ്കറ്റ് ഹോട്ടൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ, നിങ്ങൾ ചർച്ച നടത്തിയോ ഇല്ലെന്ന്? പറഞ്ഞില്ലല്ലോ, മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. നടത്തിയതിന് തെളിവുണ്ട്. നടത്തി. എന്ത് ചർച്ച നടത്തിയത്? എന്ത് ചർച്ച? അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും ഇവര് തമ്മിൽ ചർച്ച. ചിലപ്പോൾ പുറത്തു വരുന്നത് പിന്നെയാണ് പുറത്തു വരുന്നത്. 23-ൽ RSS ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം RSS ആദ്യം നിഷേധിച്ചല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ നിഷേധിക്കുന്നില്ലല്ലോ. കണ്ടതല്ലേ? എന്തിനു വേണ്ടി കണ്ടു എന്നല്ലേ ചോദ്യം. പിന്നെ വാർത്ത വന്നു. പ്രതിപക്ഷ നേതാവാണ് ആരോപണം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത നിലപാടെടുത്താണ് മുന്നോട്ട് പോകുന്നത്. പൂരം റിപ്പോർട്ട് ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ല എന്നതാണ്. MR അജിത് കുമാറിന്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രതിപക്ഷവും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരായ ആരോപണവും കടുപ്പിക്കുന്നു. നമുക്ക് ഈ